ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ രാജുവിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ നീ പോലീസുകാരോട് പറ. അവ മണി പോലെ സത്യം പറയും. ചേച്ചി പ്ലീസ്, ഞാൻ ഒരു അല്പം നേരം ഒന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. പിന്നെ നീയും നിന്നെ സ്വാധീനിക്കുന്ന ചില ശത്രുക്കളും ചേർന്ന് അപവാദ പ്രചരണങ്ങൾ നടത്തിക്കോ. ഞാൻ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം. എന്റെ സത്യസന്ധതയും സാമൂഹിക പ്രതിബദ്ധതയും അറിയാവുന്നവരാ എനിക്ക് വോട്ട് എന്ന് എന്നെ വിജയിപ്പിച്ചത്. എന്റെ ഏത് ശത്രുവാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ആ ശത്രുവിനോട് ചെന്ന് പറഞ്ഞേക്ക്. കടൽ നീന്തി കടക്കുന്നവനെ കൈത്തോട് കാണിച്ച് പേടിപ്പിക്കരുതെന്ന്. വാടകട്ടു വരാൻ. അതെ, എത്ര കുഴിച്ചുപൂടാൻ നോക്കിയാലും അമ്മായി അപ്പനും മരുമകനും ചേർന്ന് നടത്തിയ അഴിമതി ഞാൻ പുറത്തുകൊണ്ട് വരും. ഒരു മാധ്യമ പ്രവർത്തനം നേരെ കൈവച്ചിരിക്കുന്നത് നോക്കിക്കോ. ഇത് വല്ലാത്ത നാണക്കേടായല്ലോ പ്രതാപ. ഈ കഥ കാട്ടുതീ പോലെ കേരളം മുഴുവൻ പടരും. പ്രതാപ, ഞാൻ പറയുമ്പോ നിനക്ക് പരിഭവം തോന്നും. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം നീ ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന ടെൻഷൻ മുഴുവൻ കാണുന്നത് ഈ ഞാനാ. ആ രാജു ഒപ്പിച്ച പണിയാ ഇത്. അവനെ വ്യക്തിപരമായ എന്തോ നേട്ടത്തിന് വേണ്ടിയാ ഈ ലാപ്ടോപ്പ് തട്ടിപ്പൊക്കെ നടത്തിയത്. കോടിക്കണക്കിന് രൂപ ആരും അറിയാതെ കൈ കിട്ടിയ അവനെന്താ കൈക്കോ? അവനാ ഇത് ചെയ്തിരിക്കുന്നത്. അവൻ ഒറ്റ ഒരുത്തൻ, അതിൽ യാതൊരു സംശയവും വേണ്ട. എത്ര കാലം കൊണ്ട് നീ നേടിയെടുത്ത സൽപ്പേരാ അവൻ ഒരു നിമിഷം കൊണ്ട് കളഞ്ഞു കുളിച്ചത്. നിന്റെ കരിയർ തന്നെ തകർന്നു പോയില്ലേ? MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും എത്ര തിളങ്ങിയവനാ നീ. വ്യക്തിപരമായ ഒരു ലാഭവും ആ പദവി കൊണ്ട് നീ നേടിയിട്ടില്ല. ഭാര്യ വീട്ടുകാരുടെ സ്വത്തല്ലാതെ അനധികൃതമായി നീ ഒന്നും സമ്പാദിച്ചിട്ടുമില്ല. എന്നിട്ടും നിനക്ക് കള്ളൻ എന്നുള്ള പേര് വീണില്ലേ ചേച്ചി? എടാ, ഉള്ള സത്യം ചേച്ചി പറയുമ്പോ നീ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നേ? ഇപ്പോഴേ ഒരു മഞ്ഞ പത്രക്കാരനെ വന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോ ഈ വീട് മീഡിയക്കാര് വളയും. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലേ നീ മറുപടി ഇല്ലാതെ വലയും. അഴിമതി ആരോപണം വരും. നിന്റെ മന്ത്രിസ്ഥാനം വരെ തെറിക്കും. കോടികളെ വെട്ടിച്ചെന്നുള്ള പേരില് അറസ്റ്റ് വരെ ഉണ്ടാവും. അതിലെ യാതൊരു സംശയവും വേണ്ട. ഇതിന്റെയൊക്കെ പിന്നിലെ ആ രാജുവാ. എത്ര വലിയ സത്യസന്ധനാണെങ്കിലും ഗത്യന്തരം ഇല്ലാതെ വരുമ്പോ കക്കും. എടാ, അതുകൊണ്ടേ ആ രാജുവിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ നീ പോലീസുകാരോട് പറ. അവ മണി പോലെ സത്യം പറയും. ചേച്ചി പ്ലീസ്, ഞാൻ ഒരു അല്പം നേരം ഒന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ.
അങ്ങോട്ട് ചെയ്യടി. ചൂലിന് നോവൊന്നുമില്ല. ചെയ്യടി. ഒന്ന് അങ്ങോട്ട് അനങ്ങി ചെയ്യടി. എന്ത് മേലെങ്ങാൻ വയ്യേ? അല്ലേ നീ എന്താ നെയ് സേവിച്ചോണ്ടിരിക്കുന്ന? ഡെഡി നല്ല സ്നേഹത്തോടെ വാത്സല്യത്തോടെ ആ ചൂല് പിടിക്ക്. അപ്പോ ചൂലിനും നോവത്തില്ല, ഭൂമിക്കും നോവത്തില്ല. ഓ 10 ക്ലാസ് പഠിച്ചു പോയാ പിന്നെ പെമ്പിള്ളേർക്കൊക്കെ ചൂലിനോട് പുച്ഛോ. ഓ ഒരു പഠിപ്പുകാരി, കൊമ്പത്ത കോലോത്ത തമ്പുരാട്ടി. സ്വത്തുക്കളേറെയുണ്ട്, പക്ഷെ 10 പൈസ കയ്യിലില്ല. ഓ ഓ ആ മന്ത്രിക്ക് എന്നെ നാണക്കേടാ ഇങ്ങനെ ഒരു മോള്. അവള് ചെയ്യടി. ഒന്നൊക്കെ വെച്ചില്ല. മാക്കാച്ചി വീണി ചാവും പോലെ നിങ്ങളിവിടെ കിടന്ന് ചാവും. നിങ്ങളോ ഇന്ന് ഞാൻ ഓടി വരണേ, ഈ വേണുവച്ചൻ എന്നെ കൊല്ലാൻ വരണേ, ഓടി വരണേ. കേട്ടാ കണ്ടോടാ എന്താ? നോക്ക്. എടാ ജയ, നിന്റെ ഈ എണ്ണം കെട്ട തള്ളയോട് മര്യാദക്ക് ഇരിക്കാൻ പറ, അല്ലെങ്കിൽ ഒരു അക്രമം ഞാൻ ചെയ്യും. രാവിലെ ഈ കുഞ്ഞിനോട് ഒരു പട്ടാളച്ചിട്ട. മോൾ എന്തിനാ ഇവര് പറയണത് ഇങ്ങനെ കേക്കണേ? ഈ സ്ത്രീക്ക് പ്രാധാന്യം അറിഞ്ഞൂടെ? എന്റെ അമ്മ അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. മുറ്റമടിക്കുന്നതിന് ക്ലാസ് എടുക്കല്ലേ? ഈ അധ്യാപക ജോലിയൊക്കെ ഒരു തെറ്റാണോ? പിന്നെ എന്റെ അമ്മ മിറ്റാടി പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ? ടീച്ചർ നീ ഇതെവിടെ പോയതടാ? അച്ഛ ഇത് കണ്ടോ? ഇതാണ് വർമ്മ സാർ ഒപ്പിട്ട ലാപ്ടോപ്പ് ഇടപാടിന്റെ ആ എഗ്രിമെന്റ്. ഇത് ഒറിജിനല്, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ഇത് തമ്മില് ആരോ മാറ്റിയിരിക്കുന്നു. വർമ്മ സാർ നിശ്ചയിച്ച കമ്പനിക്കല്ല ഈ എഗ്രിമെന്റ് പോയിരിക്കുന്നത്. പകരം മറ്റൊരു കമ്പനിക്കാ ഇത് എത്തിയിരിക്കുന്നത്. ആരോ ഈ ഫയല് കട്ടെടുത്ത് തിരിമറി നടത്തിയത് തന്നെയാ. അംബിക മാഡം പറഞ്ഞതുപോലെ ഫയലിൽ ആരോ തിരിമറി നടത്തിയതാ. എന്നാ നീ ഒട്ടും സംശയിക്കണ്ട, അത് ദീപക് തന്നെയായിരിക്കും. അവനത് ചെയ്യുള്ളൂ. അല്ലച്ചാ, ദീപക് ആ ഫയൽ എന്നോട് ചോദിച്ചാ, പക്ഷെ ഞാൻ കൊടുത്തില്ല. സാറിന്റെ ഓഫീസിൽ വെച്ചാ അത് ദീപക് അടിച്ചു മാറ്റുമെന്ന് വെച്ച് ഈ ഫയല് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ എന്റെ റൂമിലാ വെച്ചത്. ഇവിടെ നിന്റെ മുറിയില്ല? ആ അതെ അച്ഛാ. പക്ഷെ ഇവിടുന്ന് ആര് കട്ടെടുക്കാന്?